പ്രിയമുള്ള വിദ്യാർത്ഥികളെ, കേരളത്തിൽ ജൂലൈ 23 ബുധനാഴ്ച, ജൂലൈ 24 വ്യാഴാഴ്ച എന്നീ 2 ദിവസങ്ങളിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ ജൂലൈ 23 ബുധനാഴ്ച ആലപ്പുഴ ജില്ലയിലെ മുഴുവൻ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും പൊതുവിദ്യാലയങ്ങൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ റീസൺ നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള VS അച്യുതാനന്ദൻ സാറിൻ്റെ ആദരവ് സൂചകമായിട്ടാണ് നാളെയും കൂടി ആലപ്പുഴ ജില്ലയിൽ പൊതു അവധി പ്രഖ്യാപിച്ചത്. അത് കഴിഞ്ഞ് ജൂലൈ 24 വ്യാഴാഴ്ച കർക്കിടക വാവാണ്. കേരളത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. സർക്കാർ ഓഫീസുകൾക്കൊക്കെ പൊതുവെ കർക്കിടക വാവിന് അവധി നൽകാറുണ്ട്. തീർച്ചയായിട്ടും 2 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അവധി വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ള എൻ്റെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നന്നായിട്ട് പഠിക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ വർത്തമാനങ്ങളൊന്നുമില്ല. ഓക്കെ, അവധികളൊക്കെ നിങ്ങൾ സന്തോഷിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തരുത്. പല രീതികളിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവധികളൊക്കെ എല്ലാവരും സന്തോഷിക്കുന്നത് കണ്ടു. ഇപ്പോൾ മഴ, ഇപ്പോൾ ജൂലൈ 23, 24 2 ദിവസവും റെഡ് അലേർട്ടൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ 25-26 ദിവസങ്ങളിൽ ശക്തമായ മഴ വരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിരീക്ഷിച്ചിട്ടുണ്ട്, അത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ മേ ബി വ്യാഴം കഴിഞ്ഞ് വെള്ളിയാഴ്ചയൊക്കെ ചിലപ്പോൾ മഴ കാരണത്താൽ ചിലപ്പോൾ ചില ജില്ലകളിലൊക്കെ അവധി കൊടുത്തേക്കാം. അതൊക്കെ സുരക്ഷിതത്വം ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, അതിനെ ഒരു ലാഘവത്തോടെ കാണരുത് കേട്ടോ. ഓക്കെ, വീട്ടിൽ സേഫായിട്ടിരിക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പുഴയിലേക്കൊന്നും പോയില്ല. എത്രയോ പേര് മുങ്ങി മരിച്ച വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ വെള്ളച്ചാട്ടത്തിൽ ചാടിനായിട്ട് മരണപ്പെട്ടതും ഒക്കെ വന്നുകൊണ്ടിരിക്കുക. അതും ചെറിയ കുഞ്ഞുങ്ങളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നല്ല ഭാവി വാർത്തെടുക്കേണ്ട ആൾക്കാരാണ്. അപ്പോൾ ഒന്ന് എന്താ ചെയ്യുക, ഒന്ന് കൺട്രോൾ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. ബൈ.